ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. സ്പേസ് എക്സ് സംഘത്തിന്റെ ദൗത്യത്തിന് തുടക്കം. ബഹിരാകാശത്ത് കുടുങ്ങിയ സുനിത വില്യംസിനെയും ബുഷ് വിൽമോറിനെയും ഭൂമിയിലെത്തിക്കും. ജൂണിൽ 10 ദിവസത്തെ ബഹിരാകാശ ദൗത്യത്തിനായി പോയ സുനിതയും ബുഷ് വിൽമോറും സ്റ്റാർലൈനർ പേടകത്തിന്റെ സാങ്കേതിക തകരാറും ഹീലിയം ചോർച്ചയും മൂലം ബഹിരാകാശത്ത് കുടുങ്ങുകയായിരുന്നു. തകരാറുകൾ പരിഹരിക്കാൻ ശ്രമങ്ങൾ നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. ഇപ്പോൾ ഇരുവരെയും ഭൂമിയിലെത്തിക്കാൻ സ്പേസ് എക്സ് സംഘം ബഹിരാകാശത്തേക്ക് പോയിരിക്കുകയാണ്. ഫ്ലോറിഡയിലെ കേപ്പ് കനവറൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്നുമാണ് യാത്ര തിരിച്ചത്. നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായ നിക് ഹേഗാണ് ക്രൂ 9ന്റെ കമാൻഡർ. ഒപ്പം റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയായ അലക്സാണ്ടർ ഗ്രോബൂണോഫുമുണ്ട്. ഫാൽക്കൺ റോക്കറ്റിൽ നിന്ന് വേർപെട്ട് ഭ്രമണപഥത്തിൽ കടന്നതിന് പിന്നാലെ ഇതൊരു മനോഹരമായ യാത്രയായിരുന്നുവെന്ന് ഹേഗ് സന്ദേശമയച്ചിരുന്നു. ഫ്രീഡം എന്നാണ് ഡ്രാഗൺ പേടകത്തിന് നൽകിയിരിക്കുന്ന പേര്. 4 പേർക്ക് യാത്ര ചെയ്യാൻ സൗകര്യമുള്ള പേടകത്തിൽ നിലവിൽ 2 പേരാണുള്ളത്. സുനിതയെയും വിൽമോറിനെയും മടക്കയാത്രയിൽ ഒപ്പം കൂട്ടുന്നതിനായാണ് 2 സീറ്റുകൾ ഒഴിവാക്കിയിട്ടത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആമസോണും ഫ്ലിപ്കാർട്ടും ഉൾപ്പെടെയുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ തകർപ്പൻ ഉത്സവ വിൽപ്പന. ആപ്പിൾ ഐഫോണുകൾക്ക് വമ്പിച്ച ഓഫറുകൾ. ബാങ്ക് ഓഫറിനും എക്സ്ചേഞ്ച് ഡീലുകൾക്കും പുറമെ മറ്റ് കിഴിവുകളും ലഭിക്കും. ഐഫോൺ 15 പ്രോ മോഡലുകൾ ഫ്ലിപ്കാർട്ടിൽ 70,000 രൂപയ്ക്ക് ലഭ്യമാണ്. ആപ്പിൾ ഐഫോൺ 16 മോഡലുകൾ പുറത്തിറക്കിയപ്പോൾ ഐഫോൺ 15 പ്രോ, ഐഫോൺ 15 പ്രോ മാക്സ് മോഡലുകൾ നിർത്തലാക്കിയിരുന്നു. എന്നാൽ ഈ 2 മോഡലുകളും വമ്പിച്ച വിലക്കിഴിവിൽ ഫ്ലിപ്കാർട്ടിൽ ലഭ്യമാണ്. ഐഫോൺ 15 പ്രോ മാക്സ് നിലവിൽ 1,21,999 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ വാങ്ങാം. ഇതിന് ബാങ്ക് പേയ്മെന്റ് ഓഫറുകളിലൂടെ 4,000 രൂപ വരെ കിഴിവ് ലഭിക്കും. ഐഫോൺ 14 പ്രോ മാക്സിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ഐഫോൺ 15 പ്രോ മാക്സ് 68,899 രൂപയ്ക്ക് ലഭിക്കും. ഐഫോൺ 15 പ്രോ ആകട്ടെ ഓഫറുകളും ഡീലുകളും ഉപയോഗിച്ച് 50,000-ൽ താഴെ വിലയ്ക്ക് ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. US ഗായകന്മാരുടെ പാട്ടുകൾ പകർപ്പവകാശമില്ലാത്തതിനാൽ യൂട്യൂബ് നീക്കം ചെയ്തു. അഡലെ, ബോബ് ഡിലൻ, ഗ്രീൻ ഡേ, ബർണ ബോയ് തുടങ്ങിയവരുടെ പാട്ടുകളാണ് നീക്കിയത്. സെസാക്കുമായുള്ള നിയമതർക്കത്തെ തുടർന്നാണ് പാട്ടുകൾ യൂട്യൂബ് നീക്കം ചെയ്തത്. സൊസൈറ്റി ഓഫ് യൂറോപ്യൻ സ്റ്റേജ് ആതേഴ്സ് ആൻഡ് കോമ്പോസേഴ്സ് ഒരു പെർഫോമിംഗ് റൈറ്റ്സ് ഓർഗനൈസേഷനാണ്. പ്രശ്നം പരിഹരിക്കാൻ യൂട്യൂബ് ശ്രമിക്കുന്നതായാണ് റിപ്പോർട്ട്. നിലവിൽ നിരവധി ജനപ്രിയ ഗാനങ്ങൾ US ഉപഭോക്താക്കൾക്ക് ലഭ്യമല്ല. ഈ സാഹചര്യം ആരാധകർക്കിടയിലും സംഗീത വ്യവസായത്തിലും ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. യൂട്യൂബും സെസാക്കും തമ്മിലുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതാണ് പാട്ടുകൾ നീക്കം ചെയ്യുന്നതിലേക്ക് നയിച്ചത്. നിലവിലുള്ള ലൈസൻസിംഗ് കരാർ പുതുക്കുന്നതിനായി സെസാക്കുമായി ചർച്ചകൾ നടത്തിയിരുന്നതായി യൂട്യൂബ് വ്യക്തമാക്കി. അതേസമയം നിലവിലെ കരാർ കാലഹരണപ്പെടുന്നതിന് മുമ്പ് പുതിയ നിബന്ധനകളിൽ ഇരു പാർട്ടികൾക്കും യോജിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് പകർപ്പവകാശം ഇല്ലാത്തതിനാൽ യൂട്യൂബിന് പാട്ടുകൾ നീക്കം ചെയ്യേണ്ടി വരികയായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓപ്പൺ AI-യുടെ വരുമാനം അടുത്ത വർഷം $11.6 ബില്യൺ ഉയരുമെന്ന് കണക്കാക്കുന്നു. ഈ വർഷം കമ്പനിയുടെ മൊത്ത ചെലവ് $5 ബില്യൺ ആണ്. ഓപ്പൺ AI ചാറ്റ്ബോട്ട് നിലവിൽ ലാഭകരമാണെന്നും വരും വർഷങ്ങളിൽ ലാഭം വർദ്ധിക്കുമെന്നും നിക്ഷേപകരോട് വ്യക്തമാക്കി. ഓഗസ്റ്റിൽ പ്രതിമാസ വരുമാനം $300 മില്യൺ എത്തിയിരുന്നു. ഈ വർഷം ഏകദേശം $3.7 ബില്യൺ വാർഷിക വിൽപ്പനയാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. അടുത്ത വർഷം വരുമാനം $11.6 ബില്യൺ ആയി ഉയരുമെന്നാണ് കണക്കാക്കുന്നത്. ഈ വർഷം സേവനങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചെലവുകൾ, ജീവനക്കാരുടെ ശമ്പളം, ഓഫീസ് വാടക തുടങ്ങിയവയ്ക്കായി $5 ബില്യൺ ചെലവ് വന്നതായും റിപ്പോർട്ടുണ്ട്. $7 ബില്യൺ സമാഹരിക്കാൻ നിക്ഷേപ റൗണ്ടിനായി ഓപ്പൺ AI ശ്രമിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ഇതൊരു സ്വകാര്യ ടെക് കമ്പനിയുടെ എക്കാലത്തെയും ഉയർന്ന നിരക്കാണ്. അടുത്ത ആഴ്ചയിൽ അവസാനിക്കുന്ന ഈ റൗണ്ട് ഓപ്പൺ AI വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്ന നിർണായക സമയത്താണ് നടക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. അടുത്ത വർഷവും നിക്ഷേപ സമാഹരണം തുടരുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിൽപ്പനാനന്തര സേവനത്തിലും ഉപഭോക്തൃ സംതൃപ്തിയിലും ഓപ്പോ മുന്നിലെന്ന് റിപ്പോർട്ട്. വിവോയും സാംസങ്ങുമാണ് തൊട്ടുപിന്നിൽ. 2000-ലധികം സ്മാർട്ട് ഫോൺ ഉപയോക്താക്കളിൽ കൗണ്ടർ പോയിന്റ് നടത്തിയ സർവേയിൽ ഓപ്പോ ഉപയോക്താക്കളിൽ 62% പേർക്കും സർവീസിംഗ് തൃപ്തികരമാണെന്ന് കണ്ടെത്തി. തൊട്ടുപിന്നിലുള്ള വിവോ 58%, സാംസങ് 57% രേഖപ്പെടുത്തി.
മൊത്തത്തിൽ ഇന്ത്യയിലെ മികച്ച 5 സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളുടെ 57% ഉപയോക്താക്കളും ഫോണുകളുടെ സർവീസിംഗിൽ തൃപ്തരാണ്. പെട്ടെന്നുള്ള പ്രശ്നപരിഹാരം, സുതാര്യത, നൈപുണ്യമുള്ള ജീവനക്കാർ, ആശയവിനിമയ മികവ്, മികച്ച ഓഫറുകൾ, കുറഞ്ഞ റിപ്പയർ ചെലവുകൾ എന്നിവയാണ് ഓപ്പോയുടെ നേട്ടത്തിനുള്ള കാരണം. ഓപ്പോ ഉപഭോക്താക്കളിൽ 35% പേരും 1 മണിക്കൂറിനുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതായി പ്രതികരിച്ചതായും പഠനം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.